ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് 30/11/2022 നമ്മൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് ജസ്റ്റ് അനലൈസ് ചെയ്യണം. ഇതിനകത്ത് ടൈമിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ക്ലീന് വരാനുണ്ട്. പക്ഷേ ഇത് തന്നെ ധാരാളമാണ്. നമുക്ക് ഇത് വെച്ച് തന്നെ നമുക്ക് നൈസ് എൻട്രീസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ ഡേ സ്റ്റാർട്ട് ഇതിപ്പോൾ കൊൽക്കത്ത ടൈമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഡേ സ്റ്റാർട്ടിങ് ഞാൻ ജസ്റ്റ് ഇവിടെയാണ് കൊടുത്തത് 15-9 ഇവിടെ സ്റ്റാർട്ടിങ് കൊടുത്തത്. ഞാനിവിടെ വെച്ചതാണ് അപ്പോൾ നമുക്ക് 9:15 സ്റ്റാർട്ടിങ് കൊടുക്കാം. ജസ്റ്റ് 9:30 ആകുമ്പം നൈസ് ഒരു മൂമെൻറ്റം താഴേക്ക് വരുന്നുണ്ട്. അത് എല്ലാ ദിവസവും കാണാൻ പറ്റും. 9:30 ഈസ് എ നൈസ് മൂവ്. 10 o'clock ഒരു നൈസ് മൂവ് ഉണ്ട്. 10 o'clock നമുക്ക് ഏതാണ് നമ്മളുടെ മെഡിക്കേഷൻ ആണോ നമ്മുടെ ലിക്വിഡിറ്റി ഗ്രാബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു നൈസ് നമ്മുടെ കിൽ സോണുകൾ പോലെ ഈ നിഫ്റ്റിക്കകത്തും കാണാൻ പറ്റും. 10 o'clock ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് കേട്ടോ. ഇന്ന് 10 o'clock നടന്നത് ഒരു FEG മെഡിക്കേഷനാണ്. നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ കുറച്ച് ബൈസൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. ബൈസൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ജസ്റ്റ് ഇതൊരു OB ആയിട്ട് വേണമെങ്കിൽ കാണാം കേട്ടോ. ഇത് ഹയർ ടൈം ഫ്രെയിം OB ആണ്. സോ ആ OBയിൽ മെഡിക്കേറ്റ് ചെയ്തു. OB മൈനസ് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതുമാത്രം മതി. ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ബൈസൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഈ സ്വിങ് കൊടുക്കാം. ബൈസൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ 9:30 ഓപ്പണാണ്. ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു FEG ആണ്. സോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്തായാലും പ്രൈസ് താഴേക്ക് വരും. സോ ഈ 10 o'clock പ്രൈസ് ആക്ഷൻ വന്നേക്കുന്നത് ഇവിടെ ഒരു ചെറിയ പ്രൈസ് ആക്ഷൻ നമുക്ക് 5 minute കാണാം. FEG ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 o'clock ഒരു നൈസ് എഫക്റ്റായിട്ടൊരു മൂവ് തരാറുണ്ട്. അപ്പോൾ 1 minute പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 minute 10 o'clock ആ ഒരു എൻട്രി കാണാം. ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്കോ സ്ട്രക്ചർ വിത്ത് FEG. നമ്മുടെ FEG എൻട്രി ഇവിടെ ഉണ്ട് ലോ ടൈം ഫ്രെയിമിൽ. 1 minute ഇഷ്ടം പോലെ എൻട്രീസ് ഉണ്ട്. ഇത് FEG ആണ്. സോ FEG എൻട്രി 1 minute BMS കറക്റ്റ് BMSും തന്നിട്ടുണ്ട്. നമുക്ക് മാഗ്നറ്റ് ഓൺ ആക്കാം. കറക്റ്റ് BMSും തന്നിട്ടുണ്ട്. BMS to down. ഓക്കെ, അപ്പോൾ BMS to ഡൗൺ സൈഡ് 10 o'clock മൂവാണ്. 10 o'clock നല്ലൊരു മൂവ്മെൻ്റ് ആണ്. മിക്കവാറും ടൈമുകൾ തരുന്നത് 10 o'clock മൂവ്മെൻറ്റ് നൈസ് ഏതെങ്കിലും FEG ലിക്വിഡിറ്റി ഗ്രാബ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമ്മുടെ ഫോറക്സി നോക്കുന്ന പോലെ തന്നെ. സോ ബൈസൈഡ് ലിക്വിഡിറ്റി ടേക്ക്. സോ നമ്മൾ FEGയിൽ നോക്കുകയാണെങ്കിൽ നൈസ് 5 minute 5 minute FEGയിലേക്കാണ് നമ്മളുടെ ആ ഒരു പ്രൈസ് വന്നത്. FEG അത് മാത്രമല്ല നമ്മളുടെ ഒരു ഓപ്പണിലേക്കും കൂടാണ് പ്രൈസ് വന്നത്. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതൊരു ബ്രേക്കറായിട്ട് വേണേൽ കാണാം. സോ അതിനകത്തേക്കാണ് ആ സാധനം വന്നത്. സോ ഇവിടെ ഒരു FEG മെഡിക്കേഷനായിട്ട് നമുക്ക് വേണേൽ കാണാം. ഓക്കെ, ഇതൊരു FEG ആണ്. ആ FEG നമ്മളുടെ 50% മെഡിക്കേഷൻ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ക്യാൻഡിൽ വേണമെങ്കിൽ ആവാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ അത് ഇതാക്കാം ക്യാൻഡിൽ. അപ്പോൾ 50% മെഡിക്കേഷൻ ആ FEGയിലേക്ക് മെഡിക്കേറ്റ് ചെയ്തു. ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഓക്കെ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് 10 മണിക്ക് നമ്മൾ വീണ്ടും ബൈസൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്യുന്നു. വീണ്ടും ബ്രേക്കോ സ്ട്രക്ചർ വിത്ത് FEG ലോവർ ടൈം ഫ്രെയിമിൽ തരുന്നു. ട്രെൻഡ് താഴേക്ക് കൺഫേം ചെയ്യുന്നു. നമുക്ക് അവിടെ ഒരു നൈസ് എൻട്രി ഉണ്ട്. നൈസായിട്ട് നമുക്ക് ഇതിൻ്റെ ലോ വെക്കാം, താഴേക്ക് വെക്കാം. അത് നമ്മളുടെ പോയിൻറ്റ്സ് അനുസരിച്ചാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീപ്പായിട്ട് അറിയില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ടെക്നിക്കലി നമ്മളുടെ ഇതിനകത്ത് 10 o'clock നൈസ് ഒരു എൻട്രി എന്ന് പറയാനുള്ളത് ICTയുടെ ഇത് വെച്ച് നോക്കുമ്പം. പിന്നീട് നമ്മളുടെ ലഞ്ചിന് നമ്മളങ്ങനെ ട്രേഡൊന്നും എടുക്കില്ല. നമ്മളുടെ കറക്റ്റ് ആ ഒരു പ്രൈസ് വന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത്
നമ്മളൊരു ഡെയിലിയിലല്ല 1 hourൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കേഷൻ ബ്ലോക്കോ അല്ലെങ്കിൽ OBയോ എന്തോ ആയിട്ട് വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു OB ആയിട്ട് എടുക്കാം. അത് ഓക്കെ, OB ആയിട്ട് എടുക്കാം. ആ OBയിലേക്കാണ് കറക്റ്റ് പ്രൈസ് വന്നത്. അതിൻ്റെ ആ ഒരു റിയാക്ഷൻ കണ്ടോ നിങ്ങൾ? ഓപ്പൺ കറക്റ്റ് നൈസായിട്ട് 5 മിനിറ്റിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നൈസ് റിയാക്ഷനാണ്. സോ നമ്മൾ ആ ഒരു OBയിലെ റിയാക്ഷനാണ് ഈ കാണുന്നത്. OBയിൽ റിയാക്ട് ചെയ്ത് നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നു. യെസ്, ബ്രേക്കോ സ്ട്രക്ചർ തന്നു വിത്ത് FEG BMS2 ടോപ്പ് സൈഡ് തന്നു. വിത്ത് FEG ആണോ? അതെ, വിത്ത് FEG ആണ് തന്നത്. നമ്മളുടെ FEG ഫോർമേഷൻ ഇവിടാണ്. ഓക്കെ, ആ FEGക്ക് താഴേക്ക് പ്രൈസ് പോയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ലഞ്ച് അവർ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇവിടെ. നമ്മൾ എല്ലാ ഒരു ഇതിൽ സെക്ഷൻസിൽ നോക്കുന്നത് പോലെയും നമുക്ക് ലഞ്ച് അവർ ഉണ്ട്. ഈ ലഞ്ച് അവറിൻ്റെ കൺസൾട്ടേഷനാണ് ഈ കാണുന്നത്. ലഞ്ച് അവർ ഞാൻ 12 to 13 ആണ് നോക്കുന്നത്. ഓക്കെ, ആ ലഞ്ച് അവറിന് നമ്മളൊരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ട് ഒരു 12:45 ഒക്കെ ആയപ്പം നമ്മൾ ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തു. സെൽ സൈഡ് ലിക്വിഡിറ്റീസാണ് സ്വീപ്പ് ചെയ്തത്. സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ വിത്ത് FEG ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ തന്നു. ബ്രേക്കോ സ്ട്രക്ചർ വിത്ത് FEG തന്നു. അത് നമ്മൾ വീണ്ടും റിയാക്ട് ചെയ്യുന്നു. അത് കറക്റ്റ് PM സെക്ഷൻ ഓപ്പണിലാണ്. PM സെക്ഷൻ ഓപ്പണിൽ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്യുന്ന പോലെ കാണിച്ച് താഴേക്ക് വന്നു. ഈ FEGയിൽ നല്ല റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആ FEGയിൽ പോയിട്ട് റിയാക്ഷൻസ് നോക്കാം. FEG BMS2 ടോപ്പ് സൈഡ് FEGയിൽ റിയാക്ഷൻ എടുത്ത് നോക്കാം. 1 മിനിറ്റിൽ പോയി നോക്കാം. 1 മിനിറ്റിൽ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ലീൻ റിയാക്ഷനാണ്. അപ്പം നമ്മൾ ഈ 1 മിനിറ്റിലെ റിയാക്ഷൻ നോക്കാം. 1 മിനിറ്റിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. സെൽ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ജസ്റ്റ് ബ്രേക്കോ സ്ട്രക്ചർ വിത്ത് ചെറിയൊരു FEG ഫോം ചെയ്തിട്ടുണ്ട്. ബ്രേക്കോ സ്ട്രക്ചർ പക്ഷേ ചെറിയൊരു FEG ഫോം ചെയ്തിട്ടുണ്ട്. ആ FEGയിൽ ചെറിയൊരു റിയാക്ഷൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. ആ ഗ്യാപ്പിൽ പ്രൈസ് നല്ലപോലെ റെസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് താഴേക്ക് കൂടെ വന്ന് വീണ്ടും ഒരു മെഡിക്കേഷൻ പോലെ ഈ ഒരു ഇതിനകത്ത് ഫ്രാക്റ്റലി മെഡിക്കേഷൻ ചെയ്തിട്ട് സാധനം വീണ്ടും അടുത്ത ബ്രേക്ക് വന്നു. അടുത്ത ബ്രേക്ക് നേരെ മേളിലേക്ക് പോവാണ്. മെഡിക്കേറ്റ് ചെയ്ത് 50% മെഡിക്കേഷനാണ് എല്ലാം ചെയ്യുന്നത്. 50% മെഡിക്കേറ്റ് ചെയ്യുന്നു. ഫ്രാക്റ്റൽ മെഡിക്കേഷനാണ് കൂടുതലും. പിന്നീട് അടുത്ത ബ്രേക്ക് വരുന്നു. എല്ലാം ക്ലീൻ ബ്രേക്കോ സ്ട്രക്ചേഴ്സാണ്. ബ്രേക്കോ സ്ട്രക്ചർ വിത്ത് FEG ഇവിടെ ഒരു FEG ഫോർമേഷൻ ഉണ്ടാകുന്നു. FEG ഫോർമേഷൻ ഉണ്ടാകുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നേരെ ലോങ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടാണ് ലോങ് വരുന്നത്. ജസ്റ്റ് നൈസായിട്ട് ഇവിടെ വന്ന് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ അടുത്ത ബ്രേക്കോ സ്ട്രക്ചറിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിക്കാം. സോ ഇവിടെ വീണ്ടും ബ്രേക്കോ സ്ട്രക്ചർ വരുന്നു. FEG ഫോം ചെയ്യുന്നു, മെഡിക്കേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് കണ്ടിന്യൂ 1 മിനിറ്റിൽ ഈ സാധനമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3 o'clock ആകുമ്പോൾ 3 o'clockനാവുമ്പം നല്ലൊരു മൂവ്മെൻറ്റ് നമ്മളുടെ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. എല്ലാ ദിവസവും ആ സാധനവും FEG മെഡിക്കേറ്റ് ചെയ്ത് മേളിലേക്ക് പോകുന്നു. ഇതാണ് നമ്മളുടെ ഒരു നൈസ് ഒരു പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത്. AM സെക്ഷനിൽ നല്ല ട്രേഡുകളുണ്ട്, PM സെക്ഷനിലും ട്രേഡുകളുണ്ട്. ക്ലീൻ മൊമെൻറ്റമാണ് ഈ ഒരു ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കറക്റ്റ് ഒരു OB നിന്ന് മെഡിക്കേഷൻ എടുത്താണ് ഈ സാധനം പോകുന്നത്. ഇത് കണ്ടിന്യൂസ് നൈസായിട്ട് ഫ്രാക്റ്റലി നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ ടൈം ഫ്രെയിമുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ എൻട്രികൾ വേറെ കാണാം. അപ്പോൾ വേറെ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. ആ FEG ഫില്ല് ചെയ്യാനാണ് രണ്ടാമത് പ്രൈസ് വന്നത്. സോ FEG മെഡിക്കേഷനൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നമുക്ക് കണ്ട്
ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു OB-ആണ്, ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. സോ ആ മെഡിക്കേഷൻ ബ്ലോക്കിലും FEG മെഡിക്കേറ്റ് ചെയ്ത് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. പിന്നീട് വീണ്ടും മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്യുന്നു, പ്രൈസ് ക്ലീനായിട്ട് മുകളിലേക്ക് പോകുന്നു. ക്ലീൻ സെറ്റപ്പുകളാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത്. അടിപൊളി സെറ്റപ്പുകളാണ്, നൈസാണ്. ICT നല്ല 100% ആയിട്ട് ഇതിനകത്ത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. AM സെക്ഷനും PM സെക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ ഇതിന് നല്ലൊരു AM സെക്ഷൻ PM സെക്ഷൻ നല്ലൊരു ടൈമിന് ക്ലിയറായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നൈസാക്കി ഞാനിത് അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ പറയാം. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ AM സെക്ഷൻ സ്റ്റാർട്ടിങ് നമ്മളുടെ ഡേ സ്റ്റാർട്ടിങ്ങിൽ നോക്കുന്നു. എന്നിട്ട് കറക്റ്റ് ഒരു 9:30 ആകുമ്പോൾ നല്ലൊരു റിയാക്ഷൻ താഴേക്ക് വരുന്നുണ്ട്. അത് 9:30ക്ക് നല്ലൊരു മൊമെൻറ്റം ഉണ്ട്. പിന്നീട് നമ്മുടെ 10 മണിക്ക് നല്ലൊരു മൊമെൻറ്റം ഉണ്ട്. അതും ഇതുപോലെ എന്തെങ്കിലും മെഡിക്കേഷനോ ലിക്വിഡിറ്റി സ്വീപ്പോ എന്തെങ്കിലും ആയിരിക്കും. സോ അത് നമുക്കറിയാമല്ലോ എങ്ങനെ നോക്കണം. സോ അത് പിന്നെ ലഞ്ച് നമ്മൾ കറക്റ്റ് 12 മണിയാകുമ്പം പരിപാടി നിർത്തുന്നു. അതിന് മുന്നേ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല, സീനില്ല. അപ്പോഴേ ഒരു മൊമെൻറ്റം കഴിയും. പിന്നീട് നമ്മൾ PM സെക്ഷൻ 13 മണിക്ക് എന്ന് പറഞ്ഞാൽ 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. PM സെക്ഷൻ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂസ് 13, 14, 15 3 മണിക്ക് മുന്നേ നിർത്തുന്നതായിരിക്കും. ഈ ഒരു മൊമെൻറ്റത്തിന് മുന്നേ നിർത്തുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റം ഹെവി മൊമെൻറ്റമാണ് എപ്പോഴും വരാറുള്ളത്. അല്ലെങ്കിൽ നല്ലൊരു മെഡിക്കേഷൻ നൈസായിട്ട് തരുന്നത്, അത് കയറിയെടുക്കുക, സീനൊന്നുമില്ല. അത് നേരത്തെ ക്ലോസ് ചെയ്യാനും പഠിക്കുക. യെസ്, ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ICTയുടേത്. ഇറ്റ്സ് ക്ലിയർലി നൈസ്. അപ്പം see you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab taking.